Okay, dears, welcome to another branch of chemistry, inorganic chemistry. Okay, inorganic chemistry deals with the study of inorganic compounds. അപ്പോൾ എന്താ ഇൻഓർഗാനിക് ഓർഗാനിക് എന്ന് ഡിറൈവ് ചെയ്തതാണ് ഇൻഓർഗാനിക്. ഓർഗാനിക് വി ഓൾറെഡി ലേൺ ദാറ്റ് ദേ ആർ ദ സ്റ്റഡി ഓഫ് ഹൈഡ്രോകാർബൺസ് ആൻഡ് ദയർ ഡെറിവേറ്റീവ്സ്. അപ്പോൾ അതല്ലാത്ത കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഓർഗാനിക് കെമിസ്ട്രി ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1,00,000 ഉള്ളൂ. ആകെ 1,00,000 ഇൻഓർഗാനിക് കോമ്പൗണ്ട്സേ ഉള്ളൂ. ബട്ട് ഇഫ് യു ആർ കൺസിഡറിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ദർ ആർ 2 മില്യൺ ഓർഗാനിക് കോമ്പൗണ്ട്സ്, നോൺ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഓക്കെ, സോ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് വളരെ കുറവാണ് വെൻ കമ്പയർഡ് ടു ഓർഗാനിക് കോമ്പൗണ്ട്സ്. ദെൻ ഇൻഓർഗാനിക് കെമിസ്ട്രി ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഏതാണ് എസും പിയും ഉണ്ട് തോന്നുന്നു കേട്ടോ. ദെൻ ഇതിൽ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ഉണ്ട്. പിന്നെ നമുക്ക് മിസ് എടുക്കാൻ പോകുന്നത് വേറൊരു മൊഡ്യൂളാണ് ഇനോർഗാനിക് പോളിമേഴ്സ് ആൻഡ് നോൺ അക്വസ് സോൾവൻസ്. ആ മൊഡ്യൂൾ നമുക്ക് ഒന്ന് നോക്കി നോക്കാം. ഇനോർഗാനിക് polymers and non-aqueous solvents. So first we are going to discuss about inorganic polymers. ഇനോർഗാനിക് പോളിമേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പോളിമേഴ്സിനെ കുറിച്ചൊന്നും അറിയാം അല്ലേ. എന്താ പോളിമേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ചെറിയ ചെറിയ മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിമർ ഉണ്ടാകുന്നത്. വി ആർ ഫെമിലിയർ വിത്ത് പോളിത്തീൻ, പോളിഇത്തീൻ, ദെൻ PVC, പോളിവിനൈൽ ക്ലോറൈഡ്, നമ്മുടെ ടെഫ്ലോൺ കോട്ടിങ്സ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ എന്താ ഇനോർഗാനിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഇതുവരെ പഠിച്ച പോളിമേഴ്സ് എല്ലാം കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, അതായത് അവരുടെ ബാക്ക് ബോൺ ഈ മോണോമർ യൂണിറ്റിൽ ഇങ്ങനെ സി എന്നുള്ള ലിങ്കേജാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഇനോർഗാനിക് പോളിമേഴ്സ് ദേ കണ്ടെയ്ൻ എലമെൻറ്റ്സ് അതർ ദാൻ കാർബൺ. കാർബൺ അല്ല അവിടെ ഇങ്ങനെ റിപ്പീറ്റിംഗ് യൂണിറ്റിൽ വരുന്നത്, അതർ ദാൻ കാർബൺ ലൈക്ക് സൾഫർ, ഓക്സിജൻ, ഫോസ്ഫറസ്, നൈട്രജൻ. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ദേ ആർ മൾട്ടിവാലൻ്റ്. എന്താ മൾട്ടിവാലൻ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് മോണോവാലൻ്റ് ആദ്യം നോക്കാം അല്ലെ. ഹൈഡ്രജൻ എപ്പോഴും ഒരാളുമായിട്ട് മാത്രമേ ബോണ്ടിങ്ങിന് പോസിബിലിറ്റി ഉള്ളൂ. ബട്ട് ഫോർ സൾഫർ ഇങ്ങനെ നിൽക്കാം, ഓക്സിജൻ ഇങ്ങനെ നിൽക്കാം, ഫോസ്ഫറസ് ഇങ്ങനെ 4 നിൽക്കാം, നൈട്രജൻ നമുക്കറിയാം അല്ലേ 3 എണ്ണം പോസിബിളാണ്. സോ ദേ ആർ മൾട്ടി വാലൻ്റ്. അങ്ങനെ ഉണ്ടാവുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനോർഗാനിക് പോളിമേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ മോണോമർ സബ് യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് വലിയ മോളിക്യൂൾ ആവുന്നു അല്ലേ. അപ്പോൾ വലിയ മോളിക്യൂളിനെ നമ്മൾ എന്താ പറയാറുള്ളത്? മാക്രോ മോളിക്യൂൾസ് എന്നാണ് പറയുന്നത് അല്ലേ. വലിയ സൈസുള്ളവരെ നമ്മൾ മാക്രോ മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇനോർഗാനിക് പോളിമേഴ്സ് ആർ മാക്രോ മോളിക്യൂൾസ്. ശരിയല്ലേ? ദേ ആർ മാക്രോ മോളിക്യൂൾസ്. ഇനി നമ്മൾ പറയണം കാർബൺ ഇല്ല എന്ന് പറയണം അല്ലേ. സോ ദേ ആർ മാക്രോ മോളിക്യൂൾസ് കണ്ടെയ്ൻസ് elements other than carbon in their backbone structure. ബാക്ക്ബോൺ സ്ട്രക്ചറിൽ അതർ ദാൻ കാർബൺ ആയിരിക്കും. ഇങ്ങനെ സ്ട്രക്ചർ ഡിറൈവ് ചെയ്യുന്നത് കാർബൺ അല്ലാത്ത മറ്റ് മൾട്ടി വാലൻ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. സോ ഇനോർഗാനിക് പോളിമേഴ്സ് ആർ മാക്രോ മോളിക്യൂൾസ് കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് അതർ ദാൻ കാർബൺ ഇൻ ദെയർ ബാക്ക്ബോൺ സ്ട്രക്ചർ. And in these inorganic polymers the interlinkage, അതായത് ഇങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നത് interlinkage is between multivalent elements such as sulfur, oxygen, phosphorus, nitrogen, etc. I repeat, inorganic polymers are macromolecules that contains other than carbon in their backbone structure. In inorganic polymers, the interlinkage is between multivalent elements other than carbon. Carbon അല്ലാത്ത മറ്റ് multivalent elements ആയിരിക്കും. എക്സാമ്പിൾ സൾഫർ, ഫോസ്ഫറസ്, നൈട്രജൻ, എക്സെട്ര. ഓക്കെ, ഇതിനർത്ഥം ഇനോർഗാനിക് പോളിമേഴ്സിൽ കാർബൺ ഇല്ല എന്നല്ല. കാരണം നമുക്ക് ഇപ്പോൾ സിലിക്കണിൻ്റെ ഒരു പോളിമറാണ് വിചാരിച്ചോളൂ, ഇങ്ങനെയാണ് സിലിക്കൺ പോളിമേഴ്സ് വരുന്നത്. അതിനിങ്ങനെ R ഗ്രൂപ്പൊക്കെ വരാം. അപ്പോൾ ബ്രാഞ്ചൊക്കെ ആയിട്ട് നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് കാർബൺ വരാം. ബട്ട് മെയിൻ ആ സ്ട്രക്ചറിൽ കാർബൺ ഉണ്ടായിരിക്കില്ല. ഇൻ്റർലിങ്കേജിൽ ഒരിക്കലും കാർബൺ ഉണ്ടായിരിക്കില്ല. അത്തരം ആൾക്കാരെയാണ് നമ്മൾ ഇനോർഗാനിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട്സാണ് ഇനോർഗാനിക് പോളിമേഴ്സ്. നമ്മളുടെ നേച്ചറിലുള്ള എക്സാമ്പിളാണ് ക്ലേ.
ക്ലേ എന്ന് പറയുന്നത് അലുമിനോ സിലിക്കേറ്റ്സ് ആണ്. അപ്പോൾ അതൊരു ഇനോർഗാനിക് പോളിമർ. ദെൻ മൈക്ക അല്ലേ, നമ്മളുടെ ഈ കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്നത്, ടോൾക്ക് എക്സെട്ര, ദീസ് ആർ ഇനോർഗാനിക് പോളിമേഴ്സ്. ദെൻ നിങ്ങൾ സിയോലൈറ്റ്സ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അതെല്ലാം ഇനോർഗാനിക് പോളിമേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് സം ഓഫ് ദം ലൈക്ക് സിലിക്കോൺസ്, സിലിക്കേറ്റ്സ്, ഫോസ്ഫോസീൻസ്, ദെൻ സിയോലൈറ്റ്സ്. ഇത്രയും ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. So first we are moving towards a category of inorganic compounds, silicones. Okay, silicones. അപ്പോൾ നമുക്ക് അറിയാം സിലിക്കോൺസ് എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് മസ്റ്റ് കണ്ടെയ്ൻ സിലിക്കൺ, SI, സിലിക്കൺ ആറ്റം ഉണ്ടായിരിക്കും അല്ലേ. സിലിക്കൺ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ പീരിയോഡിക് ടേബിൾ കാർബൺ ഫാമിലിയിലാണ്, കാർബൺ സിലിക്കൺ. ഓക്കെ, കാർബണിൻ്റെ ഫാമിലിയിലാണ് സിലിക്കൺ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സിലിക്കണിൻ്റെ വാലൻസി പറയുന്നത് 4 ആണ് അല്ലേ. അതായത് സിലിക്കണിന് ചുറ്റും എപ്പോഴും 4 ബോണ്ട് പോസിബിളാണ്. 4 ബോണ്ട് ഉണ്ടായിരിക്കണം സിലിക്കണിൻ്റെ ചുറ്റും. നമുക്ക് കാർബൺ അറിയാലോ, അതുപോലെ സിലിക്കണും ഇങ്ങനെ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ സിലിക്കോൺ മസ്റ്റ് കണ്ടെയ്ൻ സിലിക്കൺ ആറ്റം ഉണ്ടായിരിക്കും. ആൻഡ് ദേ ആർ synthetic organosilicon polymers. They are synthetic organosilicon polymers. They containing repeated R2SiO units. ഏതാണ് റിപ്പീറ്റഡ് യൂണിറ്റ്? R2SiO units. And they held together by SiO linkages. അതിൽ എന്തുണ്ടായിരിക്കും? SiO എന്നുള്ള ലിങ്കേജ് ഉണ്ടായിരിക്കും. So what are silicones? They are organosilicon polymers, synthetic organosilicon polymers. സിന്തറ്റിക് ആണ്, നാച്ചുറൽ ആയിട്ട് കാണുന്നില്ല കേട്ടോ സിലിക്കൺസ്. They are synthetic organosilicon polymers containing R2SiO units in which they are held together by SiO linkages. And the general structure can be represented as we have silicon, and that is connected to oxygen, and there are 2 alkyl R can be represented in this way, and here usually OH എന്നായിരിക്കും. ഓക്കെ, ദെൻ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അടുത്ത OH ആയിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ടാണ് SiO ഉണ്ടാകുന്നത്. അപ്പം ജനറൽ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ കോമൺ ആയിട്ടുണ്ടായിരിക്കുക ഈ ഒരു പാർട്ടാണ്. നോക്കൂ, ഈ ഒരു അതാണ് R2SiO യൂണിറ്റ് ഉണ്ട്, അത് N ടൈംസ് ഉണ്ടായിരിക്കും. ദിസ് R2SiO യൂണിറ്റ്സ് N ടൈംസ്. വേർ R ക്യാൻ ബി ആൽക്കൈൽ ഓർ അറൈൽ. R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. അതാണ് ടീച്ചർ പറഞ്ഞത്. ഈ മെയിൻ ബ്ലോക്ക് ഇൻ്റർലോക്കിൽ അതിൽ കാർബൺ ഉണ്ടാവില്ല, പക്ഷേ ബ്രാഞ്ചൊക്കെ ആയിട്ട് കാർബൺ ഉണ്ടായിരിക്കും. അതാണ് സിലിക്കോൺസ്. നെക്സ്റ്റ് വി വാണ്ട് ടു ചെക്ക് ദ സ്ട്രക്ചർ. They are termed as, these silicones are termed as polyorganosiloxanes എന്നാണ് ഇവരെ പറയുക. എന്താണ്? polyorganosiloxanes. Silicones are termed as polyorganosiloxanes in which they contain SiO linkage that may be linear ആവാം, cyclic ആവാം, network ആയിരിക്കാം. Okay, so what are silicones? They are termed as polyorganosiloxane. Next we want to check their structure. And structurally these are of 3 types. First one, linear silicones, linear ആയിട്ടുള്ള silicons. Okay, and the second one, cyclic silicone, cyclic structure ഉള്ള silicons. And the third one, cross-linked silicons. So based on their structure, silicones are classified as linear silicones, cyclic silicones, cross-linked silicones. So first we want to check linear silicones. They are also termed as straight chain. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വലിയ ചെയിൻ ആയിരിക്കും. ഓക്കെ, സ്ട്രെയിറ്റ് ചെയിൻ സിലിക്കോൺസ്, ലീനിയർ ഓർ സ്ട്രെയിറ്റ് ചെയിൻ സിലിക്കോൺസ്. ദേ കണ്ടെയ്ൻസ് ലോങ് ചെയിൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ദേ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് SiO
SiO എന്നുള്ള ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് നോക്കൂ, 2 വാലൻസി ഉള്ളൂ. മറ്റേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് R ഗ്രൂപ്പാണ്. ഓക്കെ, ഓക്സിജൻ 2 വാലൻസി ഉള്ളൂ അല്ലേ. ദെൻ സിലിക്കണിൻ്റെ കൂടെ എപ്പോഴും 2 R ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ലീനിയർ സിലിക്കോൺസ് ഓർ സ്ട്രെയിറ്റ് ചെയിൻ സിലിക്കോൺസ്. എന്നാൽ നമുക്ക് ഇവർക്ക് പേരിടാം. എന്താണ് പേര് പറഞ്ഞിരിക്കുന്നത്? പോളി ഓർഗാനോ സിലോക്സൈൻസ് എന്നാണ് അല്ലേ. പോളി ഓർഗാനോ സിലോക്സ്. അപ്പോൾ ഓർഗാനോ പറഞ്ഞാൽ എത്ര ഓർഗാനിക് ഗ്രൂപ്പ് ഉണ്ട്? ഒരു സ്ട്രക്ചറൽ യൂണിറ്റ്, ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ് എടുത്ത് അതിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഇവരെ നമുക്ക് പോളി ഡൈ ആൽക്കൈൽ സിലോക്സൈൻ എന്ന് പറയാം. പോളിമറാണ് അല്ലേ. പോളിമർ വലിയ മോളിക്യൂളാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ ഒരു യൂണിറ്റിൽ എത്ര ഉണ്ട്? 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ പോളി ഡൈ ആൽക്കൈൽ സിലോക്സൈൻ. സോ ദേ ആർ ലീനിയർ ഓർ സ്ട്രെയിറ്റ് ചെയിൻ സിലിക്കോൺസ്. അങ്ങനെ സ്ട്രെയിറ്റ് ആയി നിൽക്കുന്നു. ദിസ് ഈസ് ദ ജനറൽ സ്ട്രക്ചർ. ഓക്കെ. And the next category is cyclic silicones. Cyclic silicones means they have cyclic structure. So consider an example: SiO, SiO, SiO. Okay. Then സിലിക്കണിൽ R ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുക. 2 എണ്ണം ഉണ്ടായിരിക്കും. R, 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 R. ഓക്കെ, നോക്കൂ, ഇതൊരു സൈക്ലിക് സ്ട്രക്ചറാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ റിപ്പീറ്റഡ് യൂണിറ്റ് R2SiO, R2SiO, R2SiO റിപ്പീറ്റഡ് യൂണിറ്റ് ആണ്. സോ ഇറ്റ് ഈസ് എ സൈക്ലിക് സിലിക്കോൺ. എന്നാൽ നമുക്കിതിനൊരു പേരിട്ട് കൊടുക്കാം. ഇവിടെ നോക്കൂ, പോളി എന്ന് എഴുതിയത്. കാരണം ഇത് വലിയൊരു പോളിമറാണല്ലോ. പക്ഷേ ഇതൊരു 3 മെമ്പറേ ഉള്ളൂ അല്ലേ. R2SiO 3 മെമ്പറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിന് പേര് കൊടുക്കാം. 3 എന്നുള്ളത് കൊണ്ട് നമ്മൾ ട്രിസ് എന്ന് കൊടുത്തു. ട്രേസ്. ദെൻ ഇത് സൈക്ലിക് ആണ്, അതുകൊണ്ട് സൈക്ലോ എന്ന് എഴുതി. ട്രിസ്, സൈക്ലോ. ഇനി എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്? അതിൽ ഓരോ യൂണിറ്റിലും 2 ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ. ട്രിസ്, സൈക്ലോ, ഡൈ ആൽക്കൈൽ സിലോക്സൈൻ. അപ്പോൾ എന്താ അതിൻ്റെ പേര്? ട്രിസ്. 3 യൂണിറ്റാണ്. അതിൽ ഒരു യൂണിറ്റ് സൈക്ലിക് ആണ്. ഒരു യൂണിറ്റിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പാണ് സിലോക്സൈൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം, എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പിനെയും നമ്മൾ മെൻഷൻ ചെയ്താൽ നമ്മൾ ഇങ്ങനെ എഴുതണം: ഹെക്സാ ആൽക്കൈൽ സൈക്ലോ ട്രൈസിലോക്സൈൻ. വേറൊരു നെയിമിംഗ് ആണ് ഹെക്സാ ആൽക്കൈൽ സൈക്ലോ ട്രൈസിലോക്സൈൻ. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ട്രിസ് സൈക്ലോ ഡയാൽക്കൈൽ സിലോക്സൈൻ എന്ന് എഴുതാം. ഓക്കെ, എന്നാൽ നമുക്കൊരു 4 മെമ്പേർഡ് ആയിട്ടുള്ള ഒരാളെ എഴുതാം. SiO, SiO, SiO. ഓക്കെ, ദെൻ സിലിക്കണിൽ R ഇട്ട് കൊടുക്കുക. 4 വാലൻസി ഉണ്ടല്ലോ. ഓക്കെ, R ഇട്ട് കൊടുത്തു. ഓക്കെ, സോ ഇതാണ് ഒരു 4 മെമ്പർലെസ്. അപ്പോൾ ഇയാളുടെ പേര് പറയൂ. ഇവിടെ ട്രിസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്തെഴുതും? ടെട്രാ എന്നെഴുതും അല്ലേ. ടെട്രാ സൈക്ലോ 2 ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെയുള്ളത് അല്ല ഒരു യൂണിറ്റിൽ. ഡൈ ആൽക്കൈൽ സിലോക്സൈൻ. അല്ലെങ്കിൽ ഇങ്ങനെ പേര് കൊടുക്കാം. എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്? 8 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഒക്ടാ ആൽക്കൈൽ സൈക്ലോ ടെട്രാ സിലോക്സൈൻ. സിലോക്സൈൻ. ദിസ് ഈസ് ടെട്രാ സൈക്ലോ ഡൈആൽക്കൈൽ സിലോക്സൈൻ അല്ലെങ്കിൽ ഒക്ടാ ആൽക്കൈൽ സൈക്ലോ ടെട്രാ സിലോക്സൈൻ. മനസ്സിലായോ മക്കളെ? സൈക്ലിക് സിലോക്സൈൻ സൈക്ലിക് സ്ട്രക്ചർ ആയിരിക്കും. ഒരു ഇങ്ങനെ, അപ്പോൾ കുറവ് എണ്ണ ഉണ്ടായിരിക്കുള്ളൂ. And the next category is cross-linked silicons. Cross-linked നോക്കി നോക്കുക, ഒരു നെറ്റ്വർക്ക് ആയിട്ട് ഇങ്ങനെ ഹൈലി ക്രോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അല്ലേ. അതാണ് ക്രോസ്-ലിങ്ക്ഡ് സിലിക്കോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ: ലീനിയർ സിലിക്കോൺസ്, cyclic silicons, cross-linked silicons. Now I want to check their synthesis, how they can be prepared. Synthesis. Okay, and the നീഡഡ് മെറ്റീരിയൽ ഈസ് സിലിക്കോൺ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം: R2SiCl. ദിസ് ഈസ് Cl2 ഡൈആൽക്കൈൽ ഡൈക്ലോറോസിലൈൻ. ആക്ച്വലി സിലൈൻ എന്ന് പറഞ്ഞാൽ SiH4 ആണ് കേട്ടോ. മീത്തേൻ എന്താണ്? CH4. ഓക്കെ, അതുപോലെയുള്ളതാണ് സിലൈൻ. SiH4. 2 ഹൈഡ്രജൻ മാറ്റി 2 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു, മറ്റേ 2 ഹൈഡ്രജനെ മാറ്റി 2 ക്ലോറിൻ ഗ്രൂപ്പ് വന്നു. സോ
സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡൈ ആൽക്കൈൽ ഡൈക്ലോറോ സിലൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ആൽക്കൈൽ ഹാലൈഡ്സ് ക്ലോറിൻ ആയതുകൊണ്ട് ആൽക്കൈൽ ക്ലോറൈഡ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, മീഥൈൽ ക്ലോറൈഡ്, ഈഥൈൽ ക്ലോറൈഡ്. ഈ ആൽക്കൈൽ ക്ലോറൈഡ്സ് സിലിക്കണുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇൻ ദ പ്രസൻസ് ഓഫ് എ മെറ്റൽ കാറ്റലിസ്റ്റ് ലൈക്ക് കോപ്പറൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് എ ടെമ്പറേച്ചർ ഓഫ് 573 കെൽവിൻ. അപ്പോൾ രണ്ട് ആൽക്കൈൽ ഹാലൈഡ് സിലിക്കണുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R2SiCl2. ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കേട്ടോ. അത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു മാത്രം. So we are discussing the synthesis of silicones. The needed material is dialkyl dichlorosilane, and that can be prepared by treating alkyl halide or aryl. R2 may be alkyl or aryl എന്ന് already നമ്മൾ പറഞ്ഞു അല്ലേ. The alkyl or aryl chloride with silicon in the presence of a copper catalyst. For example, നമുക്ക് നോക്കൂ, what is this? Chloromethane. Okay, methyl chloride. അത് സിലിക്കണുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. ദ സെയിം കണ്ടീഷൻ യു വിൽ ഗെറ്റ് R2 എന്നുള്ളതിന് പകരം നമ്മൾ എന്തെഴുതും? CH3 twice SiCl2. അതായത് ഈ R എന്നുള്ളിടത്ത് നമ്മൾ CH3 ഇട്ട് കൊടുക്കുന്നു അല്ലേ. സോ ഇതാണ് നമ്മളെ സ്റ്റാർട്ടിങ് വന്ന് ഡൈമീഥൈൽ ഡൈക്ലോറോസിലൈൻ എന്ന് പറയും. So our important compound is dialkyl dichlorosilane. Okay, these dialkyl dichlorosilines which on hydrolysis SiRCl ഇതാണല്ലോ ഡൈക്ലോറോസിലൈൻ എന്ന് പറയുന്നത്. അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ, ഓക്കെ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഈ CL മാറിയിട്ട് അവിടെ ആര് വരും? OH വരും. ഓക്കെ, OH ഇവിടെ കയറി വരും. ഒരു തരം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ക്ലോറിൻ മാറിയിട്ട് അവിടെ OH വരും. സോ അപ്പം നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? SiROH. ഓക്കെ, ബാക്കി എന്താ ഉണ്ടാവുക? 2HCl അല്ലേ. ഇവിടുന്ന് OH പോകുന്ന HCl പ്ലസ് 2HCl ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇദ്ദേഹത്തെ പറയുന്ന പേര് സിലനോൾ. OH ഗ്രൂപ്പിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന പോലെ സിലനോൾ. ഇവനാണ് നമുക്ക് വേണ്ട ആൾ. സിലനോൾ SiROH. ഓക്കെ, ഈ വൺസ് ദിസ് സിലനോൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ ഹൈലി അൺസ്റ്റേബിൾ. അതായത് ഒരേ കാർബണിൽ തന്നെ 2 OH വരുമ്പോൾ അൺസ്റ്റേബിളാണ്. അതുപോലെ തന്നെ സിലിക്കണിൽ 2 OH വരുമ്പോൾ അൺസ്റ്റേബിളാണ്. അപ്പോൾ അടുത്തൊരു സിലനോളിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ അണ്ടർഗോ പോളി കണ്ടൻസേഷൻ, ഇൻ്റർമോളിക്കുലർ പോളി കണ്ടൻസേഷൻ. അങ്ങനെ കണ്ടൻസ് ചെയ്തിട്ട് അപ്പോൾ നോക്കൂ, ഇവിടെ അടുത്ത് വേറൊരു ഇതേ മോളിക്യൂൾ വന്നാൽ ഇവിടെ ഒരു OH വരും അല്ലേ. ഈ OHും ഇവിടുത്തുള്ള ഒരു Hഉം കണ്ടൻസ് ചെയ്തിട്ട് പോവും. Okay, so what will happen? That will result in the elimination of water. Water അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും. ആൻഡ് ഒരു ലിങ്കേജ് SiO ലിങ്കേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒന്ന് ഞാൻ എഴുതി കാണിച്ചു തരാം. SiROH. ഇതിൻ്റെ അടുത്തേക്ക് വേറൊരു സിലനോൾ മോളിക്യൂൾ വരികയാണ്, OH. ഓക്കെ, അപ്പോൾ ഇത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്തിട്ട് ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. എലിമിനേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് എന്താ കിട്ടുക? SiROSi. ഒരു ബോണ്ട് ഇവിടെ ഫോം ചെയ്തു അല്ലേ. ഓക്കെ, ROH, ഇവിടെ OH. അങ്ങനെ പോളി കണ്ടൻസേഷൻ നടക്കും സിലനോൾ ഓൺ ഇൻ്റർമോളിക്കുലർ പോളി കണ്ടൻസേഷൻ വിത്ത് എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ. ഇവിടെ ഒരു വാട്ടർ മോളിക്യൂളാണ് എലിമിനേറ്റ് ചെയ്തത്, -H2O, റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സിലിക്കോൺ. സോ ഇതൊരു ഡൈമറാണ് അല്ലേ. നമുക്ക് പോളിമറിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? പോളിമർ ഉണ്ടാവണമെങ്കിൽ N മോളിക്യൂൾസ് നമ്മൾ എടുക്കണം. N സിലനോൾ എടുത്തു, ROH, N സിലനോൾ എടുത്തു. അതിനെ നമ്മൾ കണ്ടൻസ് ചെയ്യിക്കാൻ പോവുകയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? SiO, ദെൻ ഇങ്ങോട്ടേക്കും OH എന്ന് എഴുതുക നമ്മൾ. ഇവിടെ R, ദെൻ N ടൈംസ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ എഴുതിയില്ലേ മക്കളെ? ഇവിടെ എഴുതി കണ്ടില്ലേ? ജനറൽ സ്ട്രക്ചർ ഇങ്ങനെയാണ് പറഞ്ഞില്ലേ, അത് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും OH, കാരണം എൻഡിൽ അവിടെ കണ്ടൻസേഷൻ നിന്ന് കഴിഞ്ഞു ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് -N-1 H2O എന്നാണ്. ഒരു H2O കുറവാണ്, കാരണം രണ്ട് സൈഡിലും ഓരോ OH ഗ്രൂപ്പ് അവിടെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ ദിസ് ഈസ് സിലിക്കോൺസ്. സോ
So that is about the synthesis. The major important thing for synthesis of silicon is dialkyl dichlorosilane ആണ് നമുക്ക് വേണ്ടത്. അതിൽ ഇത് ഉണ്ടാക്കുന്നത് ഈ മെത്തേഡ് വെച്ചിട്ടാണ്. ദിസ് ഇസ് ഡൈമീഥൈൽ ഡൈക്ലോറോസിലൈൻ. ഓക്കെ, അതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ദാറ്റ് Cl വിൽ ബി റീപ്ലേസ്ഡ് ബൈ OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പായിട്ട് അതിനെ റീപ്ലേസ് ചെയ്യും. ആൻഡ് സോ ദീസ് ആർ ഹൈലി അൺസ്റ്റേബിൾ. So what will happen? They will undergo intermolecular condensation to form silicon with elimination of water. So that is about the silicon. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതാണ് നമ്മളെ സ്റ്റാർട്ടിങ് ഡൈആൽക്കൈൽ ഡൈക്ലോറോസിലൈൻ. അതിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് നമുക്ക് സിലനോൾ കിട്ടും. ദാറ്റ് ഓൺ കണ്ടൻസേഷൻ ഗീവ്സ് കറസ്പോണ്ടിങ് സിലിക്കോൺ. ജനറൽ ഫോർമുല പഠിച്ചു വെക്കണം കേട്ടോ. ദിസ് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് സിലിക്കോൺസ്. അപ്പോൾ നോക്കൂ മക്കളെ, ഇയാളെടുത്തു ഡൈആൽക്കൈൽ എന്നത്, ഇത് ഡൈമീഥൈൽ ഡൈക്ലോറോസിലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്നതാണ് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ളത് കിട്ടാം, ദെൻ സൈക്ലിക് ആയിട്ടുള്ളത് കിട്ടാം അല്ലേ. ഇയാളെ പേര് നമുക്ക് എങ്ങനെ കൊടുക്കാം? ട്രിസ് സൈക്ലോ ഡൈആൽക്കൈൽ സിലോക്സൈൻ എന്നല്ലേ പറയാം. അപ്പോൾ ട്രിസ് സൈക്ലോ ഡൈമീഥൈൽ സിലോക്സൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹെക്സാമീഥൈൽ സൈക്ലോ ട്രൈ സിലോക്സൈൻ എന്ന് പറയാം അല്ലേ. ഓക്കെ, സോ നമുക്ക് ഏത് എടുത്താലും നമുക്ക് കറസ്പോണ്ടിങ്, ഇപ്പോൾ ഇവിടെ CH3 CH2 ഈഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സിലിക്കോൺ. അപ്പോൾ എങ്ങനത്തെ സിലിക്കോൺസ് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നോക്കൂ, നമുക്ക് അറിയാം ഇവിടെ സിലനോളാണ് നമ്മളുടെ മെറ്റീരിയൽ അല്ല, അത് അൺസ്റ്റേബിൾ ആകുമ്പോൾ അതിങ്ങനെ ഹൈഡ്രോളൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അടുത്ത സിലനോൾ ഇവിടെ വന്നു വെച്ചാൽ ഇവിടെ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ലെങ്ത് അങ്ങനെ കൂടി വരും അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ്റെ ഗ്രോത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം ഇതുണ്ടോ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരാളെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് SiCH3CH3OH. What is this? Trimethyl, sorry, this one Cl. Okay, ട്രൈമീഥൈൽ ക്ലോറോസിലൈൻ. ഡൈമീഥൈലിന് പകരം ട്രൈമീഥൈൽ ക്ലോറോസിലൈൻ എടുക്കുക. എന്നിട്ട് അത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ദി Cl ബിക്കം OH ആയി മാറും അല്ലേ. ട്രൈമീഥൈൽ സിലനോളാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ചെയിൻ ഗ്രോത്ത് ഇങ്ങനെ നടക്കണേലേക്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഈ OH ഒരു എൻഡിൽ പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് SiCH3, അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആയിപ്പോയില്ലേ, ഇനി വേറൊരു OH ഇല്ല കമ്പൈൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബൈ ആഡിങ് കൺട്രോൾഡ് എമൗണ്ട് ഓഫ് ദിസ് കോമ്പൗണ്ട് ടു എ പർട്ടിക്കുലർ ചെയിൻ വി ക്യാൻ കൺട്രോൾ ദ ലെങ്ത്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് നമുക്കിങ്ങനെ എഴുതാം. SiCH3 CH3O SiCH3 CH3O SiCH3OH. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയിൻ ഗ്രോത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു മോളിക്യൂളിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്താൽ ഇവിടെ വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് ഈ എൻഡിൽ, ഇത് ഞാൻ എഴുതുന്നില്ല കേട്ടോ, ഇത്രയും ഞാൻ എഴുതുന്നില്ല, ഈ എൻഡിൽ എന്ത് വരും? SiCH3 ദിസ് ബിക്കം O SiCH3 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആയില്ല, ഇവിടെ OH ഇല്ല, പക്ഷേ ഇവിടെ OH വീണ്ടും ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു മോളിക്യൂൾ കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെയും ബ്ലോക്ക് ആവും. അപ്പോൾ അങ്ങനെ ചെയിൻ ലെങ്ത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ യൂസിങ് കൺട്രോൾഡ് എമൗണ്ട് ഓഫ് ദിസ് അപ്പോൾ നോക്കൂ, ഇങ്ങനെ രണ്ട് OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ പോളിമർ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ കിട്ടും, സൈക്ലിക് കിട്ടും അല്ലേ. അപ്പോൾ ക്രോസ് ലിങ്ക്ഡ് കിട്ടണമെങ്കിൽ, ക്രോസ് ലിങ്ക് എന്ന് പറഞ്ഞാൽ 4 വശത്ത് കൂടിയും SiO ലിങ്കേജ് വരണം അല്ലേ. അങ്ങനെ വേണമെങ്കിൽ വി വോണ്ട് ടു ടേക്ക് RSiCl3 എടുക്കണം. ഓക്കെ, ഡൈ ആൽക്കൈലിന് പകരം മോണോ ആൽക്കൈൽ ട്രൈക്ലോറോസിലൈൻ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്കതിന് SiOH ഈ ഒരു സിലനോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയും അത് SiO ബോണ്ട് ഉണ്ടാക്കും, ഇവിടെയും SiO ബോണ്ട് ഉണ്ടാക്കും, ഇതും അങ്ങനെ ഒരു നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടണമെങ്കിൽ എന്തായാലും ഒരു ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് മോണോ ആൽക്കൈൽ ട്രൈക്ലോറോസിലൈൻ എടുക്കണം. അപ്പോൾ മാത്രമേ നമുക്കിങ്ങനെ ക്രോസ് ലിങ്ക്ഡ് സ്ട്രക്ചർ പോസിബിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബൈ കൺട്രോളിങ് ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ്, ദയർ റേഷ്യോ, ഇതിൻ്റെ റേഷ്യോ, ഈ പറഞ്ഞ ആളുടെ റേഷ്യോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സിലിക്കോൺസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ചെയിൻ സിലിക്കോൺ, cyclic silicons and cross-linked. Now there are different types of silicons. They are silicon fluids, silicon elastomers and silicon resins. And this classification is based on the chains, rings, എക്സെട്ര. അതിൻ്റെ ലെങ്ത്ത്, അത് മിക്സ്ചറാണോ ഒരൊറ്റയ്ക്കാണോ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടൈപ്സ് ഓഫ് സിലിക്കോൺസ് പഠിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് വി വാണ്ട് ടു ഡീൽ വിത്ത് സിലിക്കോൺ ഫ്ലൂയിഡ്സ്. ദ നെയിം ഇറ്റ്സെൽഫ് ദേ ആർ ലിക്വിഡ്സ് ആണ്. ദേ ഹാവ് ദ ലിക്വിഡ് നേച്ചർ ആണ്. And you know, these are a mixture of, they contain a mixture of straight chain polymers of silicon. സിലിക്കണിൻ്റെ സിലിക്കോൺ നമ്മൾ പഠിച്ചില്ലേ, സിലിക്കോൺ സ്ട്രെയിറ്റ് ചെയിൻ സിലിക്കോൺസ് ഉണ്ടായിരിക്കും. ആൻഡ് യൂഷ്വലി സൈക്ലിക് ടെട്രാമേഴ്സ്. ഓക്കെ, അതായത് ചെയിൻ സിലിക്കോണും സൈക്ലിക് ടെട്രാമറും അതിൻ്റെ ഒരു മിക്സ്ചറിനെ പറയുന്ന പേരാണ് സിലിക്കൺ ഫ്ലൂയിഡ്സ്. ദാറ്റ് മീൻസ് ദേ ആർ കണ്ടെയ്ൻ എ മിക്സ്ചർ ഓഫ് സ്ട്രെയിറ്റ് ചെയിൻ സിലിക്കോൺസ് ആൻഡ് യൂഷ്വലി എ നമ്പർ ഓഫ് 20 to 500 യൂണിറ്റ് ഉണ്ടായിരിക്കും. അതായത് ഇതായിരിക്കും കൂടുതൽ. ചെയിൻ സിലിക്കോൺസ് ഒരു 20 to 500 യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ സൈക്ലിക് ടെട്രാമർ. ഇതിൻ്റെ മിക്സ്ചറിന് ഒരു ഫ്ലൂയിഡ് നേച്ചറാണ്. സോ ദ നെയിം സിലിക്കൺ ഫ്ലൂയിഡ്സ്. ആൻഡ് നമ്മൾ എത്ര പ്രൊപ്പോർഷൻ, എത്ര റേഷ്യോയിലാണ് എടുക്കുന്നത് എന്നതിനനുസരിച്ച് ദേ ഹാവ് വേരിയസ് ബോയിലിംഗ് പോയിൻ്റ് ആൻഡ് വിസ്കോസിറ്റി. ബോയിലിംഗ് പോയിൻറ്റും വിസ്കോസിറ്റിയൊക്കെ ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസാണ് അല്ലേ. സോ ബേസ്ഡ് ഓൺ ദ റേഷ്യോ ബിറ്റ്വീൻ ദി സ്ട്രെയിറ്റ് ചെയിൻ ആൻഡ് സൈക്ലിക് ടെട്രാമേഴ്സ് ദേ ക്യാൻ ഹാവ് വേരിയസ് ബോയിലിംഗ് പോയിൻറ്റ് ആൻഡ് വിസ്കോസിറ്റീസ്. ദിസ് ബോയിലിംഗ് പോയിൻ്റ് ആൻഡ് വിസ്കോസിറ്റീസ് ഇൻക്രീസസ് വിത്ത് ചെയിൻ ലെങ്ത്ത്. വലിയ ചെയിൻ ലെങ്ത്ത് ഉള്ളവരൊക്കെ എടുക്കും. അതിൻ്റെ മിക്സ്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോയിലിംഗ് പോയിൻറ്റും വിസ്കോസിറ്റിയൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ ലെങ്ത്തിനനുസരിച്ച് വാട്ടറി ടൈപ്പ് ലിക്വിഡ്സ്, വാട്ടർ ടൈപ്പ് വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ് ടൈപ്പായിട്ടുള്ള സിലിക്കോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഗ്രീസ് എന്നൊക്കെ പറഞ്ഞാൽ ലിക്വിഡ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ വിസ്കോസിറ്റി കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ, ഇതിൻ്റെ ചെയിൻ ലെങ്ത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ദേ ആർ ഓഫ് വാട്ടറി ടൈപ്പ് ഓർ ഓയിൽ ടൈപ്പ്. ഇങ്ങനെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പ് ഫ്ലൂയിഡിനെയും നമുക്കുണ്ട്, സിലിക്കൺ ഫ്ലൂയിഡ്സിനെയും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. സോ ദേ ആർ സിലിക്കൺ ഫ്ലൂയിഡ്സ്, ദേ മിക്സ്ചർ ഓഫ് സ്ട്രെയിറ്റ് ചെയിൻ ആൻഡ് സൈക്ലിക് ടെട്രാമർ. ബേസ്ഡ് ഓൺ ദെയർ റേഷ്യോ ദേ ഹാവ് ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിൻറ്റ് ആൻഡ് വിസ്കോസിറ്റി. ബൈ റെഗുലേറ്റിംഗ് ദ റേഷ്യോ വി ക്യാൻ പ്രിപ്പയർ വാട്ടറി ലിക്വിഡ് ഫ്ലൂയിഡ്സ് ആൻഡ് ഓയിലി silicon fluids. And the other category is silicon elastomers or silicon rubbers. പേരിൽ തന്നെ ഉണ്ട്, ദേ ആർ സോളിഡ് നേച്ചറാണ്. ആൻഡ് ദേ ഹാവ് ദ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ്, റബ്ബർ ലൈക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട് ആർക്ക്, സിലിക്കൺ ഇലാസ്റ്റോമേഴ്സ് ഓർ സിലിക്കൺ റബ്ബേഴ്സ്. ആൻഡ് ദേ ആർ ലോങ് ചെയിൻ ലീനിയർ പോളിമേഴ്സ്. ദേ ആർ ലീനിയർ പോളിമറാണ്, വലിയ ലെങ്ത്തുള്ള ലീനിയർ പോളിമേഴ്സാണ്. ആൻഡ് ഹാവ് ഹൈ മോളിക്കുലാർ വെയ്റ്റ് കൂടുതലുള്ള ലീനിയർ, ഇവിടെ നമ്മൾ മിക്സ്ചറാണ് പറഞ്ഞു, ലീനിയർ ചെയിനും ഉണ്ട് സൈക്ലിക്കും ഉണ്ട്. ബട്ട് ദേ ആർ ഇത് ആലോചിച്ചാൽ ഇലാസ്റ്റോമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടാൻ പറ്റുമല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ലീനിയർ ഹൈ മോളിക്കുലാർ വെയ്റ്റ് ലീനിയർ പോളിമേഴ്സാണ്. ഓക്കെ, ആൻഡ് യൂഷ്വലി ദേ ആർ പോളി ഡൈമീഥൈൽ സിലോക്സൈൻസ്. നമ്മളിവിടെ പറഞ്ഞില്ലേ, ഇതാ ഇയാൾ പോളി ഡൈമീഥൈൽ സിലോക്സൈൻസ് ആണ് ഈ കാറ്റഗറിയിലുള്ളവർ. ഓക്കെ, ആൻഡ് ദ ചെയിൻ ലെങ്ത്ത് എന്ന് പറയുന്നത് എബൌട്ട് 6000 to 6 lakh SiO ലിങ്കേജ് ഉണ്ടായിരിക്കും. നമ്മളൊരു സിലിക്കൺ ഇലാസ്റ്റോമർ എടുത്തു വെച്ചാൽ അതിൽ 6000 to 6 lakh SI, അങ്ങനെ SiO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ ലെങ്ത്തുള്ള ലീനിയർ പോളിമറാണ് ആര്, സിലിക്കൺ ഇലാസ്റ്റോമർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ട്, ദാറ്റ് ഈസ് ദേ ക്യാൻ ബി റീഇൻഫോഴ്സ്ഡ് ബൈ ആഡിങ് ഫില്ലേഴ്സ് ആഡ് ചെയ്യുക എന്ന് പറയും. അതായത് സിലിക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് ഇതിന് കിട്ടും. ഓർ ബൈ വൾക്കനൈസേഷൻ. നിങ്ങൾ വൾക്കനൈസേഷൻ പഠിച്ചിട്ടില്ലേ മക്കളെ, റബ്ബറിൽ സൾഫർ ആഡ് ചെയ്യുമ്പോൾ സാധാരണ റബ്ബറിന് അത്ര സ്ട്രെങ്ത് ഇല്ല, അപ്പോൾ വൾക്കനൈസ്ഡ് റബ്ബർ ആണെങ്കിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടും. ബൈ സൾഫർ ലിങ്കേജ്, സൾഫർ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ലിങ്കേജുകൾ വരും, സൾഫർ ലിങ്കേജ്. അപ്പോൾ ഇയാളുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. വി ക്യാൻ റീഇൻഫോഴ്സ് ദിസ് സിലിക്കൺ ഇലാസ്റ്റോമേഴ്സ് ഓർ സിലിക്കൺ റബ്ബേഴ്സ് ബൈ ആഡിങ് ഫില്ലേഴ്സ് ലൈക്ക് സിലിക്ക ഓർ ബൈ വൾക്കനൈസേഷൻ യൂസിങ് സൾഫർ. ഓക്കെ,
അപ്പം നമുക്ക് അങ്ങനെ ഇങ്ങനെ ക്രോസ് ലിങ്കിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് വേരിയസ് യൂസ്ഫുൾ പ്രോപ്പർട്ടീസ് ഉള്ള സിലിക്കൺസിനെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ വാട്ട് ആർ സിലിക്കൺ ഇലാസ്റ്റോമേഴ്സ്? ദേ ആർ ലീനിയർ പോളിമേഴ്സ് ആണ്. ഹൈ മോളിക്കുലർ വെയ്റ്റ് ലീനിയർ സിലിക്കൺ പോളിമർ. ദേ കണ്ടെയ്ൻ 6,000 to 6 lakh SiO യൂണിറ്റ് ഉണ്ടായിരിക്കും. ദേ ക്യാൻ ബി റീഇൻഫോഴ്സ്ഡ് ബൈ ആഡിങ് ഫില്ലേഴ്സ് ഓർ ബൈ വൾക്കനൈസേഷൻ. ആൻഡ് നെക്സ്റ്റ് ഈസ് സിലിക്കോൺ റെസിൻസ്. റെസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഹാർഡ് സ്റ്റിഫായിട്ടുള്ള സോളിഡിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? റെസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദേ ആർ യൂഷ്വലി ക്രോസ് ലിങ്ക്ഡ്. എപ്പോഴും നമ്മൾ ക്രോസ് ലിങ്ക് പോളിമർ ബേക്കലൈറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? പോളിമർ ക്രോസ് ലിങ്ക്ഡ് ഹൈ സ്ട്രെങ്ത് ഉള്ളവരാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സിലിക്കൺ റെസിൻസ് എന്ന് പറയുന്നത് ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺ പോളിമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്രോസ് ലിങ്ക്ഡ് ഉണ്ടെങ്കിൽ ടീച്ചർ ഓൾറെഡി പറഞ്ഞു SiCl3 ആണ് എടുക്കേണ്ടത് പറഞ്ഞില്ലേ? സോ ദേ ആർ യൂഷ്വലി മോണോ ആൽക്കൈലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ SiCl4നെ നേരിട്ട് ഹൈഡ്രോളൈസ് ചെയ്ത് വെച്ചാൽ SiOH 4 ടൈംസ് കിട്ടും. അത് ഹൈഡ്രോളൈസ് ചെയ്ത് ഹൈലി ക്രോസ് ലിങ്ക്ഡ് അല്ലേ കിട്ടുക നമുക്ക്? 4 ഭാഗത്തും SiO വരും അല്ലേ? അങ്ങനെ ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അവർക്ക് സിലിക്കോൺ റെസിൻസ്. ദേ ആർ ഹാർഡർ ആൻഡ് സ്റ്റിഫർ. നല്ല ഹാർഡാണ്, സ്റ്റിഫായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സിലിക്കോൺ റെസിൻസ്. ദേ ആർ ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ് ആൻഡ് ദ ഓർഗാനിക് സബ്സ്റ്റിറ്റ്യൻസ് ആർ യൂഷ്വലി മോണോ ഓർ ഇൻ സം ടൈംസ് ദർ ഈസ് നോ ഓർഗാനിക് സബ്സ്റ്റിറ്റ്യൻസ്. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിലിക്കോൺ റെസിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഹാർഡർ ആൻഡ് സ്റ്റിഫർ. Next we want to study the properties and applications of silicons. Properties and applications. എവിടേക്കാണ് നമ്മൾ ഇവരെ അപ്ലൈ ചെയ്യുന്നത്? And while discussing about the properties, the first thing is they are chemically inert. Silicons are chemically inert ആണ്. Okay, and the next thing is they are resistant to heat. എന്തുകൊണ്ടാണ് കെമിക്കലി ഇനേർട്ട് എന്ന് പറയുന്നത്? സ്റ്റേബിൾ ആയിട്ടുള്ള സിലിക്ക സ്കെൽറ്റൺ SiO അങ്ങനെ സ്റ്റേബിൾ ആയതാണ്. ആർക്കും ഇതിനെ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇനേർട്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ്. ഹീറ്റ് എത്ര വേണമെങ്കിലും അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻറ്റ് ടു ഓക്സിഡേഷൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദ കെമിക്കൽസ് ഒന്നും അത്ര പെട്ടെന്ന് അറ്റാക്ക് ആവില്ല ഇതിന്. അതുകൊണ്ട് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നു, ഓക്സിഡേഷനെ റെസിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് SiO-SiC ബോണ്ട്, ഇത് വളരെ സ്ട്രോങ് ആണ് SiO-SiC ബോണ്ട്. സോ ഇറ്റ് ഈസ് വെരി റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ് ആൻഡ് ഓക്സിഡേഷൻ. ആൻഡ് അനദർ തിങ് ഈസ് ഇറ്റ് ഈസ് വാട്ടർ റിപ്പല്ലൻറ്റ്. എന്താ വാട്ടർ റിപ്പല്ലൻ്റ് ആവാൻ കാരണം? R ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? R ഗ്രൂപ്പ് നമ്മൾ അതിനെ നോക്കുമ്പോൾ തന്നെ കാണുന്നത് R ഗ്രൂപ്പാണ്. അപ്പോൾ അതെന്താണ്? വാട്ടർ റിപ്പല്ലൻ്റ് അല്ലേ? ഓർഗാനിക് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ വാട്ടറിനെ റിപ്പൽ ചെയ്യും. സോ ദേ ആർ സിലിക്കോൺസ് ഓർ വാട്ടർ റിപ്പല്ലൻ്റ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. And another property is they possess good electrical insulating properties. ഇലക്ട്രിക്കലി ഇൻസുലേറ്റർ ആണ് സിലിക്കോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ 3 കാറ്റഗറിയെ കുറിച്ചും പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സിലിക്കൺ ഫ്ലൂയിഡുകളെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്താ സിലിക്കൺ ഫ്ലൂയിഡ്സ്? ദേ ആർ എ മിക്സ്ചർ ഓഫ് ലീനിയർ സിലിക്കോൺ ആൻഡ് സൈക്ലിക് ടെട്രാമർ ആണ്. ബേസ്ഡ് ഓൺ ദെയർ റേഷ്യോ ദേ ക്യാൻ ബി വാട്ടർ, ലിക്വിഡ് ആൻഡ് ഓയിലി, ഗ്രീസി ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയൊക്കെ ഉണ്ടാക്കാം. ഹൈലി വിസ്കസ് ആയിട്ടുള്ളവരെ ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ ഇവരുടെ ലൂബ്രിക്കേറ്റിംഗ് nature, due to their lubricating and water repellent nature, they are used for water repelling agent ആയിട്ട് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പേപ്പർ ഉണ്ട്, അതിനെ വാട്ടർ റിപ്പല്ലിംഗ് ആക്കണമെങ്കിൽ ഈ സിലിക്കൺ ഫ്ലൂയിഡ് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. സോ ഇറ്റ് ആക്ട് ആസ് എ വാട്ടർ റിപ്പല്ലിംഗ് ഏജൻറ്റ് ഇൻ പേപ്പർ, ടെക്സ്റ്റൈൽ, then wood, etc. So because of their watery nature, that is the water repellent nature and lubricating nature, they are used as water repelling agents in paper, textile, wood. Okay, and it is also used in polishes, car polishes, shoe polishes ലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വാക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വിസ്കോസിറ്റി വളരെ കൂടിയത് കൊണ്ട് തന്നെ ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് വാക്സസ്. ആൻഡ് തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്
ആൻറ്റി ഫോം ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. ആൻറ്റി ഫോം എന്ന് പറഞ്ഞു വെച്ചാൽ പത ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ സർഫസ് ടെൻഷൻ വളരെ കുറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഈ പൊട്ടാറ്റോ ചിപ്സ് നമ്മളിങ്ങനെ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഓയിലിങ്ങനെ തിളച്ച് പൊങ്ങിയിട്ട് ഇങ്ങനെ പത കൂടും അല്ലേ, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ppm എമൗണ്ട് ഈ സിലിക്കൺ ഫ്ലൂയിഡ് ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോം പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ ആൻറ്റി ഫോം ഏജൻ്റായിട്ട് നമ്മൾ സിലിക്കൺ ഫ്ലൂയിഡിനെ ആഡ് ചെയ്യാറുണ്ട്, വളരെ ppm ക്വാണ്ടിറ്റിയിൽ കേട്ടോ. ദെൻ അപ്പോൾ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഈ അഴുക്ക് ചാലുകളിലൊക്കെ ഇങ്ങനെ പത പോലെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ വേസ്റ്റ് ഡിസ്പോസൽ ടെക്സ്റ്റൈൽ ഡൈയിങ് ഇൻഡസ്ട്രീസിലൊക്കെ ഈ ആൻറ്റി ഫോം ഏജൻ്റായിട്ട് നമ്മളുടെ സിലിക്കൺ ഫ്ലൂയിഡ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ട്രാൻസ്ഫോമേഴ്സിലൊക്കെ, ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സിലൊക്കെ നമ്മളുടെ അതിൻ്റെ അടുത്ത് ഈ അതിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നതൊക്കെ ഈ സിലിക്കൺ ഫ്ലൂയിഡ് വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഇൻസുലേറ്റ് വാട്ടർ, അതായത് കറണ്ട് പാസ് ചെയ്യില്ലേ. അപ്പോൾ ട്രാൻസ്ഫോമേഴ്സിലൊക്കെ ഇനി നിങ്ങളുടെ മീറ്ററിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി നോക്കൂ, അവിടെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സിലിക്കൺ ഫ്ലൂയിഡ് കൊണ്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഫ്ലൂയിഡ് അവിടെ ഉണ്ടായിരിക്കും, രണ്ടെണ്ണത്തിന് തമ്മിൽ കണക്ട് ചെയ്യുന്നിടത്തൊക്കെ. അപ്പോൾ അത് ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററാണ്. ഓക്കെ, പിന്നെ ആൻഡ് ദ സിലിക്കൺ ഫ്ലൂയിഡ്സ് ഹാവ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി, ടെമ്പറേച്ചറിനെ നന്നായി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നോൺ വോളട്ടൈൽ, പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോവില്ല. സോ ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ നോട്ട് വാട്ടർ ബാത്ത്, ഓയിൽ ബാത്ത്. ഓയിൽ ബാത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓയിൽ ബാത്ത് പറഞ്ഞു വെച്ചാൽ നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കുട്ടികൾ. ഇപ്പോൾ എന്തെങ്കിലും ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ എന്തെങ്കിലും ഹീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മളൊരു പോട്ടിൽ നമ്മൾ ഓയിൽ ഇവിടെ എടുക്കും, ഓയിൽ ഇവിടെ, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഹീറ്റ് ചെയ്യും. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് ഇവിടെയാണ് നമ്മൾ നമ്മളുടെ വെസൽ വെക്കുക, ഏതാണ് റൗണ്ട് ബോട്ടം ഫ്ലാസ്കോ ഏതാച്ചാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, ആവശ്യത്തിനുള്ള 150 ഡിഗ്രി സെൽഷ്യസ് ഈ ഓയിൽ ഹീറ്റപ്പ് ആവും. അപ്പോൾ നമുക്ക് കിട്ടും, ടെമ്പറേച്ചർ കിട്ടും. വാട്ടറാണ് എടുക്കണമെങ്കിൽ നമുക്ക് 100 വരെ ഹീറ്റ് ചെയ്യാനൊക്കെ നമ്മൾ വാട്ടർ എടുക്കുക, വാട്ടർ ബാത്ത്. 100 മീതുമ്പോൾ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകില്ല. അപ്പോൾ നമ്മൾ ഓയിലാണ് എടുക്കുക. ഓയിലാകുമ്പോൾ ഒരു 250-300 വരെയൊക്കെ വരും. അതുപോലെ തന്നെ ഈ നമ്മളുടെ സിലിക്കൺ ഫ്ലൂയിഡ്സിനും ഹൈ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ബാത്തിലൊക്കെ നമുക്ക് സിലിക്കൺ ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ്. വാട്ടർ റിപ്പല്ലിംഗ് നേച്ചറാണ്. സോ ദേ ക്യാൻ യൂസ്ഡ് ടു വാട്ടർ റിപ്പല്ലിംഗ് കോട്ടിംഗ് ഇൻ പേപ്പർ, ടെക്സ്റ്റൈൽ, വുഡ്, യൂസ്ഡ് ഇൻ കാർ പോളിഷസ് ആൻഡ് ഷൂ പോളിഷസ്, യൂസ്ഡ് ആസ് വാക്സസ്. ആൻറ്റി ഫോം ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബനാന ചിപ്സ്, നമ്മളുടെ ടാപ്പിയോക്ക ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ppm എമൗണ്ടിൽ ഇത് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഫോം. അതുപോലെ വേസ്റ്റ് വാട്ടറിൻ്റെ കേസിലും ഫോം ഉണ്ടാവുമ്പോൾ അവിടെയും നമ്മൾ ppm എമൗണ്ട് ആഡ് ചെയ്യാറുണ്ട്. ദെൻ ഹൈ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ദേ ആർ യൂസ്ഡ് ഇൻ ട്രാൻസ്ഫോമേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ആയതുകൊണ്ട് യൂസ് ഇൻ ഓയിൽ ബാത്ത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടുവാർഡ്സ് ദി സിലിക്കോൺ റബ്ബേഴ്സ്. സിലിക്കോൺ റബ്ബേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സിലിക്കൺ ഇലാസ്റ്റോമേഴ്സ് പറഞ്ഞു അല്ലേ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട് നേരത്തെ പറഞ്ഞില്ലേ, ലോങ് ചെയിൻ ആയ ആൾക്കാർ. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ദേ ആർ ഫ്ലെക്സിബിൾ ഈവൻ അറ്റ് ലോ ടെമ്പറേച്ചർ. ചില റബ്ബേഴ്സ് ഒന്നും ഫ്ലെക്സിബിൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെയാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൂ. ബട്ട് ദി സിലിക്കോൺ റബ്ബേഴ്സ് ആർ ഫ്ലെക്സിബിൾ അപ് ടു -90 ഡിഗ്രി സെൽഷ്യസ്. ബിലോ -90 ഡിഗ്രി സെൽഷ്യസിലും അതെന്താണ്, ഫ്ലെക്സിബിളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ട്. 250 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഹൈ തെർമൽ സ്റ്റെബിലിറ്റിയോട് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസ്കെറ്റ്സ്. നമ്മളുടെ ഗ്യാസ്കെറ്റുകളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. അതായത് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്യാസ്കെറ്റുകളൊക്കെ യൂസ് ചെയ്യില്ലേ, ഗ്യാസ്കെറ്റ് സീൽസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ യൂസ്ഡ് ഇൻ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ വരുന്ന യൂസ് എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻറ്റ് കണ്ടെയ്നേഴ്സ്, യൂസ്ഡ് ഇൻ ഹീറ്റ് റെസിസ്റ്റൻറ്റ് കണ്ടെയ്നേഴ്സ്. സോ ദീസ് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് സിലിക്കോൺ റബ്ബേഴ്സ്. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് -90 ഡിഗ്രിയിലും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ദേ ആർ യൂസ്ഡ് ഇൻ ലോ ടെമ്പറേച്ചറിൽ ആവശ്യമുള്ള സമയത്ത് ഇത് ഉപയോഗിക്കാം, ഹൈ ടെമ്പറേച്ചറിലും നമുക്കിത് ഉപയോഗിക്കാം. ദാറ്റ്സ് സോ യൂസ്ഡ് ഇൻ ഗാസ്കറ്റ്, സീൽ എക്സെട്ര. ദേ യൂസ്ഡ് ഫോർ മേക്കിംഗ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ സിലിക്കൺ റബ്ബേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ കേബിൾ ഇൻസുലേറ്റിംഗ് പവർ ഉള്ളത് കൊണ്ട് തന്നെ കേബിൾ ഇൻസുലേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഹീറ്റ് റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടാക്കാനും ഇത് യൂസ് ചെയ്യാറുണ്ട്.
ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സിലിക്കോൺ റെസിൻസ്. സിലിക്കോൺ റെസിൻസ് നമ്മൾ പറഞ്ഞല്ലോ റിജിഡ് പോളിമേഴ്സ് ആണ്, വലിയ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ് സിലിക്കോൺ റെസിൻസ്. They have water repellent and insulating properties. So they are used for preparing water repellent and insulating coating. Water റിപ്പല്ലൻ്റ് ആൻഡ് ഇൻസുലേറ്റിംഗ് കോട്ടിങ്സ് ഒക്കെ വേണ്ട സമയത്ത് നമ്മൾ ഈ സിലിക്കൺ റെസിൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ദേ ആർ യൂസ്ഡ് ടു പ്രിപ്പയർ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ്. സർക്യൂട്ട് ബോർഡ് അറിയില്ലേ, എല്ലാം ഉള്ള ബോർഡുകൾ, സർക്യൂട്ട് ബോർഡ്. ആ സർക്യൂട്ട് ബോർഡിൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്സ്, IC ചിപ്സിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ റെസിസ്റ്റേഴ്സ്, കാരണം ഇത് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് അല്ല, അപ്പോൾ IC റെസിസ്റ്റേഴ്സ്, ചിപ്സ്, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ സിലിക്കോൺ റെസിൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ യൂസ്ഡ് ആസ് ഇൻസുലേറ്റിംഗ് വാർണിഷസ്. ഇൻസുലേറ്റിംഗ് വാർണിഷസ് ഇൻ പെയിൻറ്റുകളിൽ വാർണിഷ്, അത് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടി നമ്മളിത് സിലിക്കോൺ റെസിൻസ് ആഡ് ചെയ്യാറുണ്ട്. സോ സിലിക്കോൺ റെസിൻസ് ആർ റിജിഡ് ആണ്, ദേ ഹാവ് വാട്ടർ റിപ്പല്ലിംഗ് ആൻഡ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ്. സോ ദേ ആർ യൂസ്ഡ് ടു പ്രിപ്പയർ വാട്ടർ റിപ്പല്ലിംഗ് ആൻഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, കോട്ടിങ്സ് ഉണ്ടാക്കാൻ. ദെൻ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, IC ചിപ്സ്, റെസിസ്റ്റേഴ്സ് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇൻ ഓർഡർ ടു ആഡ് ഇൻസുലേറ്റിംഗ് വാർണിഷസ് ഇൻ പെയിൻറ്റ്സ് വി ക്യാൻ ആഡ് സിലിക്കോൺ റെസിൻസ്. So these are the applications: silicon fluids, silicon rubbers and silicon resins. So today we started inorganic chemistry. In that section we are dealing with inorganic polymers and non-aqueous solvents. Inorganic polymers are macromolecules and they have the skeletal contains monovalent atom, not multivalent atoms other than carbon. Okay, so in that category we have to deal with silicon, silicates, phosphorins and zeolites. So first we are going to discuss about, so we already discussed about silicons. Silicons are that is macrocyclic polymers that contain the basic unit R2SiO, and this is the basic structural formula. Okay, and the structure is they are treated as polyorganosiloxanes. Depending upon the structure they are classified into linear, cyclic and what is that, cross-linked. Okay, and linear means they have the straight chain and this will be the structure, and cyclic means cyclic structure. They are termed as polyalkyl siloxane. So this is polydialkyl siloxane and this is tris-cyclodialkyl siloxane. Okay, so hexa-alkyl cyclotrisiloxane എന്ന് പറയും. Okay, സോ ഇതെല്ലാമാണ് സൈക്ലിക്. ആൻഡ് ദെൻ ക്രോസ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഹൈ ക്രോസ് ലിങ്ക്ഡ് SiO യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ദെൻ സിന്തസിസ് പറഞ്ഞു ഡൈആൽക്കൈൽ ഡൈക്ലോറോസിലൈൻ. ഓക്കെ, ആൻഡ് സോ വിച്ച് ഓൺ കോപ്പർ, ഇത് ഉണ്ടാക്കുന്നത് ആൽക്കൈൽ ഹാലൈഡ് സിലിക്കൺ ഇൻ പ്രസൻസ് ഓഫ് കോപ്പറാണ് ഡൈആൽക്കൈൽ ഡൈക്ലോറോസിലൈൻ ഉണ്ടാകുന്നത്. അത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിലനോൾസ് ഉണ്ടായിരിക്കും. സിലനോൾസ് ആർ ഹൈലി റിയാക്റ്റീവ്. ദേ വിൽ അണ്ടർഗോ ഇന്റർമോളിക്കുലർ കണ്ടൻസേഷൻ വിത്ത് എലിമിനേഷൻ ഓഫ് വാട്ടർ that results in the formation of silicones ഉണ്ടാവും അല്ലേ. ഓക്കെ, സോ നമ്മൾ കറസ്പോണ്ടിങ് ഡൈമീഥൈൽ എടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് സിലിക്കോൺസ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാറുണ്ട്. Then types of silicons, there are three categories: silicon fluid, silicon elastomers, silicon resin. Silicon fluid എന്ന് പറഞ്ഞാൽ ലീനിയറും സൈക്ലിക് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. സിലിക്കോൺ ഇലാസ്റ്റോമർ എന്ന് വെച്ചാൽ ലോങ് ചെയിൻ ആയിട്ടുള്ള ലീനിയർ മാത്രം. സിലിക്കോൺ റെസിൻ എന്ന് പറഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആണ്. യൂഷ്വലി മോണോ ആയിരിക്കും, ചില കേസിൽ ഒന്നും ഉണ്ടാവില്ല, ആൽക്കൈൽ ഗ്രൂപ്പേ ഉണ്ടാവില്ല. ദെൻ പ്രോപ്പർട്ടീസ് ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇനേർട്ടാണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ റിപ്പല്ലൻ്റ് ആണ്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ദെൻ സിലിക്കൺ ഫ്ലൂയിഡ്സ്, ദീസ് ആർ ദ പ്രോപ്പർട്ടീസ്. സിലിക്കൺ റബ്ബർ ലൈക്ക് നേച്ചറാണ്. സിലിക്കൺ റെസിൻ ഹൈലി റിജിഡ് ആണ്, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, യൂസ്ഡ് ഇൻ ദീസ് തിങ്സ്.